അവതരണം കാഞ്ഞിരപ്പള്ളി അമല. കാലം മാറുന്നതിനൊപ്പം കോലം മാറുക എന്ന് പറഞ്ഞ പോലെ നാടകം എന്ന കലാരൂപത്തിൽ സാങ്കേതിക വിദ്യയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം കടന്നുകൂടിയിരിക്കുന്നു. ഞാനിത് നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞതാണ്. അതായത് ശബ്ദത്തെ എത്രത്തോളം സാങ്കേതിക വിദ്യയുടെ സപ്പോർട്ടോടുകൂടി എൻഹാൻസ് ചെയ്തുകൊണ്ടൊരു നല്ല തിയേറ്റർ അനുഭവം തരുന്ന രീതിയിൽ നാടകം എന്ന കലാരൂപത്തെ കുറച്ചും കൂടി ഇമ്മേഴ്സീവായിട്ട്, അതായത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ ആ കാഴ്ചകളൊക്കെ നേരിട്ട് കണ്ടനുഭവിക്കുന്ന പോലുള്ള ഒരു ശബ്ദത്തിൻ്റെ ഒരു എഫക്റ്റ്, അവിടെയൊക്കെ സാങ്കേതിക വിദ്യയെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഈ ഒരു കലാരൂപം ഇന്ന് വിനിയോഗിച്ചു വരുന്നു. അപ്പോൾ എൻ്റെ കഥ തുടങ്ങുന്നത് ഈ ഒരു ക്ഷേത്ര പരിസരത്ത് നിന്നാണ്. കാണിക്കൂട്ടം എൻ്റെ നാട്ടിലെ കുറച്ച് നാടക ആസ്വാദകരുടെയും നാടക പ്രവർത്തകരുടെയും ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മയാണ്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും, അതായത് നിയർ ബൈ ആയിട്ടുള്ള ജില്ലകളിൽ അരങ്ങേറുന്ന നാടകങ്ങൾ, അത് മാസത്തിലൊരിക്കൽ ഇതുപോലൊരു നാടക വണ്ടിയിൽ പോയി ആ നാടകം കണ്ട് അത് ആസ്വദിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഫുള്ള് നാടകത്തിൻ്റെ വിശകലനമാണ്. പിന്നെ ഇതിനകത്ത് നല്ല ഗംഭീരമായിട്ടുള്ള നടന്മാരുണ്ട്, നാടക രചയിതാക്കളുണ്ട്. കേരളത്തിലെ ആദ്യകാല നാടക കളരികളിലൊന്നായ കടയ്ക്കാവൂരുള്ള SS നടനസഭയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്. പ്രശസ്ത നാടക സിനിമാ നടൻ മൺമറഞ്ഞു പോയ ശ്രീ രാജൻ പി ദേവ് സാറിൻ്റെ സ്മരണാർത്ഥം വർക്കലയിൽ നടക്കുന്ന 15ാമത് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിൽ നിന്നും ഒറ്റ എന്ന നാടകത്തിൻ്റെ വിഷ്വൽസാണ് ഈ കണ്ടത്. അപ്പോൾ ഈ ഒരു നാടകത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു റിവ്യൂ ഞാൻ എന്തായാലും വഴിയെ ചെയ്യുന്നതായിരിക്കും.